ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ പറയാറുണ്ട് ക്യാരക്ടർ ഇസ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ നമ്മളെ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥാനത്ത് കൊണ്ട് എത്തിക്കുന്നത് നമ്മുടെ സ്വഭാവ ശ്രേഷ്ഠതയാണ്, സ്വഭാവത്തിൻ്റെ മഹിമയാണ്. വെൻ ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ് എന്നും നമ്മൾ പറയാറുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം. എന്നാൽ ആ റോമൻ സാമ്രാജ്യം തകർന്നുപോയി. എഡ്വേർഡ് ഗിബൺ എന്ന് പറയുന്ന ലോകപ്രസിദ്ധ ചരിത്രകാരൻ റോമൻ സാമ്രാജ്യം തകർന്നതിനെപ്പറ്റി പറയുമ്പോൾ അതിനെ 10 പ്രധാനപ്പെട്ട കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മോറൽ ഡിക്ലൈനായിരുന്നു, ധാർമ്മിക അധപ്പതനമായിരുന്നു. ഞാനിത് പറയാൻ കാരണം നമ്മുടെ മലയാളികളുടെ സാമൂഹ്യ ജീവിതം നമുക്ക് കൈവിട്ടു പോകുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമുക്കിടയിലെ സാമൂഹ്യ തിന്മകൾ കൂടുതലായി കണ്ടുവരുന്നു. ഒരു കാലത്ത് മലയാളികൾക്ക് ഇന്ത്യയിലെ വലിയ ഔന്നത്യം ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ വരുന്ന പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ മലയാളികളുടെ വൃത്തി, വിവരം, കാര്യക്ഷമത എന്നൊക്കെ എല്ലാവരും കണ്ടുപഠിക്കേണ്ടതാണെന്ന് അവർ പറയുമായിരുന്നു. ഒരു കാലത്ത് ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട ഉദ്യോഗങ്ങളിലും മലയാളികൾ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര മന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന് ഉപദേശങ്ങൾ കൊടുത്തിരുന്നത് VP മേനോൻ എന്ന് പറയുന്ന മലയാളിയായിരുന്നു. സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ത്യ ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ലണ്ടനിൽ കൊണ്ടു നടന്നത് നെഹ്റുവിൻ്റെ സുഹൃത്തായിരുന്ന VK കൃഷ്ണമേനോനായിരുന്നു. അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററായി. ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറിമാരായിരുന്ന KPS മേനോൻ സീനിയർ, KPS മേനോൻ ജൂനിയർ, അതുപോലെ തന്നെ പഞ്ചാബിലെ ദിവാനായിരുന്ന സർദാർ KM പണിക്കർ, ഇങ്ങനെ ധാരാളം ആളുകൾ ഇന്ത്യയിലെ ഉന്നതമായ ധാരാളം ഉദ്യോഗങ്ങൾ വഹിച്ചിരുന്നു. ഇങ്ങനെയുള്ള മലയാളികൾ ഇന്ന് ഇരുട്ടിൽ തപ്പുകയാണോ എന്നുള്ളതാണ്. നമുക്കിടയിൽ ധാരാളം തിന്മകളെ വർദ്ധിച്ചു വരികയാണ്. ഉദാഹരണത്തിന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുക്കടം ഇന്ന് ഏതാണ്ട് 5 ലക്ഷം കോടിയോടെ അടുത്തിരിക്കുന്നു. കാർലൈൽ എന്ന് പറയുന്ന പ്രസിദ്ധനായ എഴുത്തുകാരൻ പറയുന്നു, ഡെറ്റ് ഈസ് എ ബോട്ടംലെസ് സീ, ഡെറ്റ് ഈസ് ദ വെസ്റ്റ് ഫോം ഓഫ് പോവർട്ടി എന്ന് കാർലൈൽ പറയുന്നു. അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ രംഗം, വിദ്യാർത്ഥികൾക്ക് ഏത് കോഴ്സ് പഠിക്കണമെന്നറിയില്ല. യുവജനങ്ങൾ അവരിവിടെ രക്ഷയില്ലാതെ പലായനം ചെയ്യുന്നു. ഇവിടെ നിന്നാലൊന്നും ശരിയാകുകയില്ലെന്നവർ പറയുന്നു. നമ്മുടെ ആരോഗ്യരംഗം, നമ്മളെപ്പോഴും പറയും ലോകത്തിലെ നമ്പർ 1 നമ്മളാണെന്ന് പറയും. പക്ഷേ അടുത്ത കാലത്ത് പത്രമാസികളിലും ടെലിവിഷനിലൊക്കെ വരുന്ന വാർത്തകൾ വായിക്കുമ്പോൾ നമുക്കറിയാം എത്രമാത്രം നമ്മുടെ ആരോഗ്യരംഗം കഴിവുറ്റതാണെന്ന് അറിയാൻ പറ്റും. അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ രംഗം, സാമ്പത്തിക രംഗം, ആരോഗ്യരംഗം എന്നിവ പോലെ തന്നെ നമുക്കിടയിൽ നമ്മളെപ്പോഴും പത്രത്തിൽ വായിക്കുന്നു മദ്യത്തിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു, ലഹരി മൂലമുള്ള പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നു, ലഹരിയുടെ ഉപയോഗവും തന്മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ആത്മഹത്യകൾ പെരുകുന്നു. 2024 10,000-ഓളം പേർ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു. 2,000-ഓളം സ്ത്രീകളും 8,000-ഓളം പുരുഷന്മാരും ആത്മഹത്യയായിട്ട് കാണുന്നുണ്ട്. സമൂഹത്തിൽ അക്രമങ്ങൾ കൂടുന്നു. വയലൻസ്, അക്രമം കൂടിക്കൂടി വരുന്നു. പുതിയ അസുഖങ്ങളെ പെരുകുന്നു. മാലിന്യ നിർമ്മാർജ്ജനം വലിയൊരു പ്രശ്നമാണ്. ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നു എന്നുള്ളത് സെൽഫ് എവിഡൻ്റാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിനോടൊപ്പം തന്നെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, വന്യജീവികളിൽ നിന്ന് പൊതുജനങ്ങൾക്ക് രക്ഷയില്ല. നായശല്യം പെരുകുന്നു.
നമ്മുടെ ഭരണകർത്താക്കൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കേന്ദ്ര ഗവൺമെൻറ്റും കോടതികളും ഇതിനൊക്കെയുള്ള അധികാരം നമുക്കുണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് പിന്നെയും സംശയമാണ്. ഈ വക ജീവികളെ കൊല്ലാമോ എന്ന് സംശയമാണ്. ചുരുക്കത്തിൽ ആരോ ഈയിടെ പറഞ്ഞതുപോലെ നമ്മുടെ കേരളീയ സമൂഹത്തിൽ വലിയ ഒരു കണ്ണാടി പ്രതിഷ്ഠിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ സാമൂഹ്യ ജീവിതം എങ്ങനെ ഇരിക്കുന്നു എന്നൊന്ന് കാണാമായിരുന്നു. T.S. എലിയറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് കവി 1934 എഴുതിയ ദ കോറസസ് ഫ്രം ദ റോക്ക് എന്ന് പറയുന്ന കവിതയിൽ അദ്ദേഹം ചോദിക്കുന്നു, വേർ ഈസ് ദ ലൈഫ് ലോസ്റ്റ് ഇൻ ലിവിങ്, വേർ ഈസ് ദ വിസ്ഡം ലോസ്റ്റ് ഇൻ നോളജ്, ആൻഡ് വേർ ഈസ് ദ നോളജ് ലോസ്റ്റ് ഇൻ ഇൻഫർമേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതമാണ് പ്രധാനം. നമ്മുടെ ജീവിതം കൈവിട്ടു പോകാൻ പാടില്ല. നമ്മുടെ സാമൂഹ്യ ജീവിതം, വ്യക്തിപരമായ ജീവിതം നമുക്ക് തിരികെ പിടിക്കണം. മലയാളികൾ ഇന്ന് വികാരത്തിനടിപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം. ആഡംബര ജീവിതം, പണം ഉണ്ടാക്കാനുള്ള വ്യഗ്രത, ആത്മീയത എന്ന് പറയുന്നത് പോലും എവിടെ പോയാൽ കാര്യങ്ങൾ സാധിക്കാം എന്നുള്ളതായി മാറിയിരിക്കുന്നു. ഇങ്ങനെ ആഡംബരത്തിന് വിധേയമായിട്ട് വികാരത്തിന് അടിപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നമ്മളെ തകർക്കാനേ ഉപകരിക്കൂ എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് നമുക്ക് താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയമായ രീതിയിൽ കാണുന്നത് നമ്മൾ അവസാനിപ്പിക്കണം. ഏത് കാര്യം പറഞ്ഞാലും നമ്മൾ രാഷ്ട്രീയപരമായിട്ടാണ് അതിനെല്ലാം കാണുന്നത്. അതുകൊണ്ട് വി ആർ ലൂസിങ് അവർ റീസൺ. യുക്തിപരമായി ചിന്തിക്കുന്നതിന് പകരം ആര് പറഞ്ഞു, ഏത് പാർട്ടിക്കാർ പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ പ്രശ്നമാകുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ അതിപ്രസരം നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായി എല്ലാ കാര്യങ്ങളെയും കാണുന്ന ഈ പ്രവണത അവസാനിപ്പിക്കണം. രണ്ടാമതായിട്ട് നമുക്കിടയിൽ ചിന്തയും വായനയും കൂടണം. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൂടിക്കൂടി വരുന്നതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ വായിക്കുന്നില്ല. അതുകൊണ്ട് ചിന്തയും വായനയും തിരിച്ച് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമ്മുടെ സാമൂഹിക ജീവിതം രക്ഷപ്പെടുകയുള്ളൂ. ഇതിലൊക്കെ ഉപരിയായിട്ട് നമുക്കറിയാം, വിദ്യാഭ്യാസവും സംസ്കാരവുമായിട്ട് ബന്ധമുണ്ട്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടികൾക്ക്, യുവജനങ്ങൾക്ക് മൂല്യങ്ങൾ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ ഈസ് വാട്ട് ഈസ് ലെഫ്റ്റ് ഇൻ എ പേഴ്സൺ ആഫ്റ്റർ ഫോർഗെറ്റിംഗ് വാട്ട് എവർ ഹി ഹാസ് ലേൺഡ്. പഠിച്ചതെല്ലാം മറന്നു കഴിയുമ്പോൾ ഒരു വിദ്യാർത്ഥിയിൽ കുറച്ച് മൂല്യങ്ങൾ ഉണ്ടായിരിക്കണം. ആ മൂല്യങ്ങളാണ് അവൻ്റെ ജീവിത വിജയത്തിൻ്റെ ആധാരശില. അതുകൊണ്ട് ഇങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സാമൂഹ്യ ജീവിതം കുറ്റമറ്റതാക്കാനായിട്ട് പറ്റുകയുള്ളൂ. നമ്മുടെ മലയാളിയുടെ ഔന്നത്യം തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമുക്കറിയാം, രാഷ്ട്രീയത്തിലെ സംസ്കാരമാണ് എല്ലാ മേഖലകളിലും വ്യാപിക്കുന്നത്. കാരണം രാഷ്ട്രീയമാണ് അധികാരമെന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിലാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എല്ലാ മേഖലകളെയും ബാധിക്കും. അതുകൊണ്ട് രാഷ്ട്രീയത്തിലെ സംസ്കാരം പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രീയത്തിലെ വിദ്യാഭ്യാസം പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രീയത്തിലെ സംസ്കാരം എല്ലാ മേഖലകളെയും ബാധിക്കുന്നത് കൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ വക കാര്യങ്ങൾ ചെയ്തുവെങ്കിൽ മാത്രമേ നമുക്ക് മലയാളിയുടെ സാമൂഹിക പുരോഗതി ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വളരെ കൂടുതൽ പരിതപിക്കേണ്ടി വരും എന്നുള്ളതാണ് വാസ്തവം.